എൻ്റെ പേര് മിഥുൻ, ഇത് എൻ്റെ വൈഫ് ഐശ്വര്യ. ഞങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. സോ ജസ്റ്റ് ലൈക്ക് ഫസ്റ്റ് ടൈം ഹൗസ് ഓണേഴ്സ്, ലൈക്ക് വി ഹാഡ് മെനി ഡ്രീംസ് and with that we had a lot of confusion as well on the interior side. മെയിൻലി ഞങ്ങൾക്ക് ലൈക്ക് കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൂജാ റൂം, സോ ഞങ്ങളുടെ വീട്ടിൽ ലൈക്ക് പൂജാ റൂം ഷുഡ് ബി ദ ബെസ്റ്റ് എന്ന് എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം. സോ പൂജാ റൂം ആ ഒരു ഏരിയ ഫുൾ കംപ്ലീറ്റ് പ്ലെയിൻ ആയിരുന്നു. സോ വി വോണ്ടഡ് എ ഡിസൈൻ, എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. സോ വി ബോത്ത് സർഫ് ടു ദ ഇൻ്റർനെറ്റ്. ആ ടൈമിൽ ഞങ്ങൾക്കൊരു ഇമേജ് കിട്ടി. സോ വി വർ ജസ്റ്റ് ആസ്കിങ് സജഷൻസ് ഫ്രം വരുൺ എസ്പെഷ്യലി. സോ വരുൺ ഞങ്ങൾക്കൊരു അടിപൊളി ഡിസൈൻ അങ്ങ് ചെയ്തു തന്നു. ആൻഡ് ഞങ്ങൾക്കതിൽ മാറ്റമൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ ഡിസൈൻ തന്നെ ദാറ്റ് ടു ദ 3D തന്നെ ഞങ്ങൾ ഒത്തിരി ഇംപ്രസ്ഡ് ആയി. നെക്സ്റ്റ് കൺസേൺ എന്താണെന്ന് വെച്ചാൽ 3D ഓക്കെ, ഹൗ ഇറ്റ് വിൽ കം ആസ് റിയൽ, ലൈക്ക് ആ റിയലിൽ ഇനി എങ്ങനെ ഉണ്ടാവും, 3Dയിൽ അതങ്ങ് ഒതുങ്ങുമെന്ന് വിചാരിച്ചു. ദെൻ റിയൽ ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ വി വർ സോ ഹാപ്പി. അതുപോലെ തന്നെ ഞങ്ങളുടെ കൺസേൺസ് ആയിരുന്നു 2 ബെഡ്റൂം അല്ലേ, ബെഡ്റൂംസ്. കാരണം ഞങ്ങൾ മേടിച്ച വീടാണിത്, കൺസ്ട്രക്ട് ചെയ്ത വീടല്ല. സോ ബെഡ്റൂംസിന്റെ സൈസ് ഒക്കെ കുറച്ച് ചെറുതായിരുന്നു. സോ വി ഹാഡ് ദീസ് കൺസേൺസ് ലൈക്ക് ബെഡ് എങ്ങനെ ആയിരിക്കും, വാർഡ്രോബ്സ് എവിടെ നമ്മൾ ഫിക്സ് ചെയ്യും, അതിൻ്റെ എല്ലാം കൺസേൺസ് ഉണ്ടായിരുന്നു. കാരണം വി ഹാവ് എ കിഡ് ഓൾസോ. സോ ബെഡ് ആയാലും വി കാൺ ഗോ വിത്ത് എ സ്മോൾ ബെഡ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കിങ് സൈസ് ബെഡും ലൈക്ക് അതെല്ലാം നമുക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ വി വെൻറ്റ് ഫോർ ദി ഇൻറ്റീരിയേഴ്സ്. കുറേ നോക്കി, ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തു. ബട്ട് കിട്ടുന്നതെല്ലാം ഞങ്ങളുടെ ബഡ്ജറ്റിനെക്കാട്ടിലും ഒത്തിരി മേളിലായിരുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി ആയാലും അവർ പറയുന്ന ക്വാളിറ്റി വല്ലതും നമുക്ക് അങ്ങനെയൊന്നും ചിലപ്പോൾ ഡെലിവർ ചെയ്തു എന്ന് വരില്ല. കാരണം നമ്മൾ ആ റിവ്യൂസ്, ഗൂഗിൾ റിവ്യൂസും ഇതൊക്കെ നോക്കി അവസാനം ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞു, ലൈക്ക് പുള്ളി തന്നെ സെർച്ച് ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു. പുള്ളി പറഞ്ഞു ലൈക്ക് പാലക്കാടിൽ ഇത് മൊനൈൻ ഇൻറ്റീരിയേഴ്സ് എന്ന ഒരു ലൈക്ക് ഫേം ഉണ്ട്. ഞങ്ങൾ അത് കണ്ടിട്ട് പോയി, അവിടെ ഓഫീസ് വിസിറ്റ് ചെയ്തു. ഓഫീസ് വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ ഡെമോ പീസസ് അവരെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളുടെ പാരൻസ് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർക്കും ആക്ച്വലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി അവർ ചെയ്തിരുന്ന ആ ഒരു കിച്ചൺ ഡെമോ പീസ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബെഡ്റൂമിൻ്റെ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും വി വെ ലൈക്ക് ഓക്കെ, വി വിൽ ഫിക്സ് മൊനൈൻ. കാരണം അവിടെ അന്ന് ഞങ്ങൾ ഷേഖയോട് സംസാരിച്ചു. അപ്പോൾ അതൊക്കെ മെയിൻ ആക്ച്വലി എനിക്ക് പറയേണ്ട ഹൈലൈറ്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഷേഖയായാലും ശരി, ഓരോരുത്തരും നമ്മുടെ ശരിക്കും വീട്ടിലൊരാളെ പോലെ തന്നെ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കും. എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ ഇത് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഹൗസ് വാമിങ് May 9th ആയിരുന്നു. സോ 10 daysനുള്ളിൽ ഞങ്ങൾക്ക്, അതായത് ഞങ്ങൾ ഓൾറെഡി ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വന്നൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അവർ ഈ 3D ഡിസൈൻ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. ഞങ്ങളുടെ ജോബിൻ്റെ ഇത് കാരണം ഞങ്ങളായിട്ട് തന്നെ കുറച്ച് ലേറ്റ് ആക്കാറുണ്ട് റെസ്പോൺസസ്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഞങ്ങൾ നോക്കിയപ്പോൾ ജസ്റ്റ് 2 weeks ഉള്ളൂ ഹൗസ് വാമിങ്ങിന് മുമ്പ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി ഫിക്സ്ഡ്. ഇറ്റ്സ് ഓൾറെഡി ഫിക്സ്ഡ്. ഇനി എന്ത് ചെയ്യും? ആ 2 weeks അവർ പറഞ്ഞ ഡേറ്റ് ജസ്റ്റ് 30 to 45 days ഒക്കെയാണ് നമ്മളിത് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇത്രേ റിക്വസ്റ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്താൽ മതി. ഞങ്ങൾ ഹറി ചെയ്യുന്നില്ല, ജസ്റ്റ് 2 rooms അത്രയും ഞങ്ങൾക്ക് മതി, അല്ലെങ്കിൽ 3 rooms മാക്സിമം. ഷേഖി അതേപോലെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ചെയ്യാൻ നോക്കാം. ബട്ട് ടു ആർ സർപ്രൈസ് വി കെയിം ഓൺ May 7th. May 7th വരുമ്പോഴേക്കും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് റിയലി എ സർപ്രൈസ് ഫോർ അസ്. അത് ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും അവരോട് താങ്ക്ഫുൾ, ലൈക്ക് എത്ര താങ്ക്സ് എന്നാലും ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ലൈക്ക് വി ആർ സോ ഗ്രേറ്റ്ഫുൾ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഇപ്പം എൻ്റെ വൈഫിനാണെങ്കിലും പൂജാ റൂം നല്ലൊരു പൂജാ റൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ടൈം എൻ്റെ വൈഫ് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ്, പൂജാ റൂം കണ്ടപ്പോഴേക്കും ഐ സോ ഷീ വാസ് റിയലി ഹാപ്പി. അതുപോലെ തന്നെ ഞങ്ങളുടെ മോളുണ്ട്, ലൈക്ക് ഷീ ഈസ് 4 years old. ഷീ വാസ് റിയലി എക്സൈറ്റഡ് ടു സീ ഹർ ബെഡ്റൂം. ലൈക്ക് അവിടുത്തെ ആ ഒരു ബേ വിൻഡോ, അവളുടെ ആ വാൾ പേപ്പേഴ്സ് ആയാലും ഓൾ ദോസ് സ്റ്റഫ്, പിന്നെ ആ കളർ പാലറ്റ് കോമ്പിനേഷൻസും അതെല്ലാം ആക്ച്വലി വരുൺ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതെല്ലാം കണ്ടപ്പോഴത്തേക്കും എൻ്റെ മോളും ഒത്തിരി ഹാപ്പി ആയിരുന്നു.
സോ ആ കാര്യങ്ങളിലൊക്കെ ലൈക്ക് വി ആർ റിയലി താങ്ക്ഫുൾ ടു ഷേഖ ആൻഡ് ദ ടീം. സോ ലൈക്ക് കാരണം അത്രയും ഷോർട്ട് സ്പാനിൽ ഞങ്ങൾ വിചാരിച്ചില്ല പെട്ടെന്ന് തീരുമെന്ന്. ബട്ട് ആ ഒരു ഷോർട്ട് സ്പാൻ എല്ലാം തീർന്നു. ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസ് ആയിട്ടില്ല, ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലായിരുന്നു അവർ. സോ വി ആർ ലൈക്ക് റിയലി ഹാപ്പി ഓൺ ദിസ്. We are very happy. Thank you, Thank you, Shekha Shekha and and Team Team Online. Online.